ഫുട്ബോൾ ലോകം ഇന്നോളം കണ്ടിട്ടില്ലാത്ത സംഭവങ്ങളാണ് പാരീസ് ഒളിമ്പിക്സിലെ അർജന്റീന മൊറോക്കോ മത്സരത്തിൽ കണ്ടത്. മത്സരം 90 മിനിറ്റ് പിന്നിടുമ്പോൾ മൊറോക്കോ 1-2 ഗോളിന് മുന്നിൽ. എല്ലാവരെയും ഞെട്ടിച്ച് റഫറി ഇഞ്ചുറി ടൈമായി നൽകിയത് 15 മിനിറ്റ്. ഇഞ്ചുറി ടൈമിൻ്റെ 16 മിനിറ്റിൽ അർജന്റീനയുടെ സമനില ഗോൾ. ഇതോടെ രോഷാകുലരായ മൊറോക്കൻ ആരാധകർ ഗ്രൗണ്ട് കയ്യേറുന്നു. മത്സരം നിർത്തി താരങ്ങളും റഫറിമാരും ഡ്രസ്സിംഗ് റൂമിലേക്ക്. 1.25 മണിക്കൂറിന് ശേഷം ഗ്രൗണ്ടിൽ തിരിച്ചെത്തിയ ശേഷം ക്രിസ്ത്യൻ മെഡീനയുടെ സമനില ഗോൾ വാർ പരിശോധനയ്ക്ക് വിധേയമാക്കി. മെഡീന ഓഫ്സൈഡ് ആണെന്ന് വിധിച്ചതോടെ അർജന്റീനയ്ക്ക് തോൽവി. മൊറോക്കോ 3 പോയിന്റുമായി ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത്. മത്സരശേഷം ജീവിതത്തിൽ ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സർക്കസ് എന്നായിരുന്നു അർജന്റീൻ കോച്ച് ഹവിയർ മസ്ട്രാനോയുടെ പ്രതികരണം. മസ്ട്രാനോയുടെ വാക്കുകൾ ശരിവെക്കും വിധം തന്നെയാണ് മത്സരത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ അരങ്ങേറിയത്. മാത്രമല്ല, വാർ ചരിത്രത്തിൽ തീരുമാനത്തിലെത്താൻ ഇത്രയേറെ സമയമെടുത്തൊരു സന്ദർഭം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. തലനാരിഴ കീറി പരിശോധിച്ചായിരുന്നു മെഡീന ഓഫ്സൈഡ് ആണെന്ന് ഒഫീഷ്യൽസ് പ്രഖ്യാപിച്ചത്. അസാധാരണമെന്നായിരുന്നു മത്സരശേഷം ലയണൽ മെസ്സിയുടെ പ്രതികരണം. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു മെസ്സിയുടെ പ്രതികരണം. അർജന്റീനയെ നിക്കോളാസ് ഒറ്റമെൻഡിയും മൊറോക്കോയെ അഷ്റഫ് ഹക്കീമിയുമാണ് നയിച്ചത്. ജൂലിയൻ അൽവാരസും ഗോളി ജെറോണിമോ റൂളിയും മുൻതാരം ഹവിയർ മസ്ട്രാനോ പരിശീലിപ്പിക്കുന്ന അർജന്റീനയുടെ ആദ്യ ലെവലിലുണ്ടായിരുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.